ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങളൊരു SSLC പിള്ളേരാണെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്ത നോക്കണമെങ്കിൽ കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാലുള്ള നമ്മുടെ പരീക്ഷയാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഇതുവരെ പഠിച്ചിട്ട് ഒന്നും എത്തിയിട്ടില്ല. സോഷ്യൽ സയൻസ് എനിക്ക് പറ്റുന്നില്ല, പാടാ, മറന്നു പോവുക. എന്നുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യലിന് ഒരു A+ പോയി, ഓരോ A+ അല്ല ഫുള്ള് തന്നെ പോയി, എനിക്കൊന്നും പറ്റുന്നില്ല. ആ ഒരു ചിന്തയിലല്ലേ നിങ്ങൾ ശരിക്കും പറയട്ടെ ഗൈസ്. ഈ ഒരു രാത്രി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അങ്ങനെ ഇരിക്കും നിങ്ങളെ കുറച്ച് മണിക്കൂറും കൂടി കഴിഞ്ഞാലുള്ള നിങ്ങളുടെ പരീക്ഷ. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു ഗൈസ്, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റാക്കിയിട്ടോ മനസ്സ് സംഭവങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ ഫുൾ A+, സോഷ്യലിൽ A+ ഗൈസ് ഞാൻ പറയുന്നു. കാരണം നോക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ നമ്മുടെ പിള്ളേരല്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ് അത് ഞാൻ യൂസ്ലെസ് ആക്കത്തില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും തന്നെ സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പിലോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഓരോ പാഠം ഇങ്ങനെ മനസ്സിലാക്കി എല്ലാ ക്വസ്റ്റ്യനും തന്നെ വാരി വലിച്ച് തലേ കുത്തിക്കയറ്റിയാണോ നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് ഗൈസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ ലൈവ് കണ്ടുകൊണ്ട് ആയിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചേക്കാണെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി വെക്കുക. ഇപ്പോൾ ഓരോരോ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഓരോരോ ആൾക്കാർ പറയുന്നുണ്ട് ഈ ചോദ്യം തന്നെ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് 76+ മാർക്ക് കിട്ടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു വെക്കുക. അത് 2-3 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം തലയിൽ ഉള്ളിൽ സെറ്റാക്കി വെക്കണം. പച്ച വെള്ളം പോലെയോ പച്ച മലയാളം എങ്ങനെ ആക്കിയാലും മനസ്സ് സെറ്റാക്കി വെക്കണം, മൈൻഡ് സെറ്റാക്കി വെക്കണം. അത് ഏത് രാത്രിയിലെ എവിടെ ചോദിച്ചാലും കിട്ടാവുന്ന രീതിയിൽ പഠിക്കണം. അപ്പോൾ ഈ പഠിക്കുന്ന സമയം എനിക്ക് ഒന്നും കിട്ടുന്നില്ല, മറന്നു എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു വീഡിയോ. നിങ്ങളത് റിവൈസ് ചെയ്യണം. നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ ടീച്ചേഴ്സ് പോലും റിവൈസ് ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ച് സെറ്റാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ തലയിലുള്ളിൽ ആക്കി വെക്കണം. ഫസ്റ്റത്തെ കാര്യം. രണ്ടാമതായിരുന്നു നോക്കണമെങ്കിൽ ഒരു റെസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഗസ്. ലാസ്റ്റത്തെ പരീക്ഷയല്ലേ, നിങ്ങൾ വെളുപ്പ് വരെ പഠിച്ച് പോയിക്കോ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, അതിനുശേഷം നിങ്ങൾ ഓരോരോ എല്ലാം ബാക്ക് അടിക്കുക, ക്ലോക്കിൽ പോവുക, സ്റ്റോപ്പ് വാച്ച് വെക്കുക. 1/2 മണിക്കൂർ കൊണ്ട് എല്ലാ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി എന്തൊക്കെ വരുന്നുണ്ടോ ആ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് സെറ്റാക്കി തലേൻ്റെ ഉള്ളിൽ വെക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവില്ലേ, അങ്ങനെ പഠിച്ചു പോയിക്കോ. ഒന്നും പറയുന്നില്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോയിക്കോ.